ഹലോ, ഇന്ന് ഡോക്ടർ മാത്യു ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സ്റ്റഡി അബ്രോഡ് സീനിയർ കൺസൾട്ടൻ്റാണ് അദ്ദേഹം. വിദേശ പഠനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ സെഷനിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. താങ്ക് യു. കാനഡയിൽ പഠനം, സെറ്റിൽമെൻറ്റ് നിയന്ത്രണങ്ങളുണ്ട്. പകരം ഏതെല്ലാം രാജ്യങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? കേരളത്തിലെ പ്രധാനമായിട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു കാനഡ. കേരളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു കൂട്ടം സ്റ്റുഡൻറ്റ് അടുത്ത വർഷം പോകും. അപ്പോൾ 7 ലക്ഷം 8 ലക്ഷം കുട്ടികൾ ഒരു വർഷം കാനഡയിലേക്ക് പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമായിട്ട് പെർസെൻറ്റേജ് ഉയർന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ടും അവിടുത്തെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അനിശ്ചിതത്വം കൊണ്ടും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാനമായിട്ട് ക്യാപ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, 35% വീതം ഓരോ പ്രൊവിൻസസിലെയും ഓരോ വർഷവും വരുന്നതായ കുട്ടികളുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്ന നിബന്ധന. ഇപ്പോൾ 2 വർഷം അപ്പോൾ 70% കുറയുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്പർ ആണ് അവിടെ കുറയാൻ പോകുന്നത്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇവർക്ക് തൊഴിൽ കിട്ടാനുള്ള പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാനഡയിലെ പല പ്രൊവിൻസിലുമുണ്ട്. നേരത്തെ സസ്കാച്ചുവാനിലൊക്കെ ആണെങ്കിൽ പോയി കഴിഞ്ഞാൽ ക്ലൈമറ്റ് വർസ്റ്റ് ആണെങ്കിലും റജീനയിലും സസ്കിലുമൊക്കെ വളരെ ജോലി കഷ്ടപ്പെട്ട് കുട്ടികൾ നേടി PR പോയിരുന്നു. അതുപോലെ PR കൊടുക്കുന്നതിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറമായിട്ട് PR സെറ്റിൽമെൻറ്റിനായിട്ട് ഇവിടുന്ന് പോകുന്നവർക്ക് ലോക്കൽ PR ലഭിക്കാനുള്ള നിയന്ത്രണങ്ങൾ. ഇപ്പോൾ ടോട്ടൽ പോയിൻ്റ് സിസ്റ്റത്തിലും ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്നൊക്കെ നോക്കുമ്പോൾ പോയിൻ്റ് സിസ്റ്റം, അതായത് ടോപ്പ് ആയിട്ടുള്ള ശരിക്കും ബ്രിഡ്ജിങ് പോയിൻറ്റിനടുത്ത് വരാത്തവർക്ക് ലാസ്റ്റ് ഇയറിൽ PR ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ നിയന്ത്രണങ്ങളും ഒരുപോലെ വന്നപ്പോൾ കാനഡ വളരെ US പോകുന്ന പോലെ തന്നെ വളരെ പ്രയാസപ്പെട്ടൊരു ഘടകമായി ഇനിയുള്ള കുട്ടികൾക്ക് മാറും സംശയമില്ല. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ വന്നപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും കുട്ടികൾ യാത്രയായി തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫാമിലി ഒത്തുപോകാനും പഠിക്കാനും കുറഞ്ഞ വിലയിൽ പഠിക്കാനും തുടർന്ന് ഫാമിലി സെറ്റിൽമെൻറ്റിനും ഫിൻലാൻഡ്, സ്വീഡൻ രാജ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു കാനഡയോടൊപ്പം കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും നിലവാരമുള്ള ഒരു സെറ്റിൽമെൻറ്റ് ലൈഫും ലഭിക്കുന്നതാണ്. സ്വീഡനിലെയും ഫിൻലൻഡിലെയും പഠനം ഏതെല്ലാം തരത്തിലാണ് ഇന്ത്യക്കാർക്ക് ഗുണകരമാകുന്നത്? യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന രാജ്യങ്ങൾ 4-5 വർഷം മുമ്പ് UK മാത്രമായിരുന്നു. എന്നാൽ UK യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു വന്നതോടുകൂടി ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ജനം കയറി തുടങ്ങി. അതിനോടൊപ്പം മാൾട്ട. എന്നാൽ ഏറ്റവും അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന 2 രാജ്യങ്ങളാണ്, ലോകോത്തര നിലവാരം 2 രാജ്യങ്ങളാണ് ഫിൻലാൻഡും സ്വീഡനും. ഫിൻലാൻഡിലെ ടെക്നോളജി നമുക്കൊക്കെ അറിയാം. ഫിൻലാൻഡിലെ നോക്കിയ ഒക്കെ ഫിൻലാൻഡിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ടെക്നോളജി വൈസിൽ, എഡ്യൂക്കേഷണൽ വൈസിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. അതുപോലെ നിയന്ത്രണങ്ങളില്ല, ആവശ്യമില്ലാത്തതായ റിക്വയർമെൻറ്റ്സ് ഇല്ല. ഇതൊക്കെ നോക്കുമ്പോൾ സ്വീഡനും ഫിൻലൻഡും കുട്ടികൾക്ക് വളരെ നല്ല ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ഈ സ്വീഡനിലേക്ക് കുറഞ്ഞ ചിലവിൽ ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും പോകാവുന്നതാണ്. ഞാൻ ആ ടോപ്പിക്ക് വരുമ്പോൾ അത് പറയാം. ആർക്കൊക്കെ സ്വീഡനിൽ പോകാൻ കഴിയുമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സാർ, ഈ സ്വീഡനിലും ഫിൻലൻഡിലും IELTS ആവശ്യമാണോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സ്കോർ എത്രയായിരിക്കും? യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങൾക്കും 2 ഭാഷയുണ്ടെന്നറിയാമല്ലോ. അതായത് സ്വീഡനിലാണെങ്കിൽ സ്വീഡിഷും ഇംഗ്ലീഷും ഉണ്ട്, ഫിൻലാൻഡിലാണെങ്കിലും അതുപോലെ തന്നെയുണ്ട്. IELTS എല്ലായിടവും കമ്പൾസറിയാണ്, മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല, കമ്പൾസറി. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഏതെങ്കിലും രീതിയിലുള്ള MOU അതുപോലുള്ളതായ യോഗ്യതകൾ ഫുൾഫിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ വേവർ തീർച്ചയായിട്ടും ലഭിക്കും. അത് ലഭിക്കാത്ത കുട്ടികൾക്ക് 6 ഓവറോളും അതുപോലെ ഇൻഡിവിജ്വൽ 5.5 ഉണ്ടെങ്കിൽ മിക്കവാറും മാസ്റ്റേഴ്സിന് വരെയും, അണ്ടർ ഗ്രാജുവേഷനും മാസ്റ്റേഴ്സിനും അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാമിന് വരെയും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേ ബാക്ക് ജോബ്, പാർട്ട് ടൈം ജോബ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? സ്റ്റേ ബാക്ക് ചില പർട്ടിക്കുലർ കോഴ്സിന് ഫിൻലൻഡിൽ 2 വർഷം മുതൽ 5 വർഷം വരെ ലഭിക്കും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ എല്ലാവരും ഈ 5 വർഷം ലഭിക്കും എന്ന കാരണം കൊണ്ട് അവിടെ പോകരുത്. ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ 2 വർഷം ഫിൻലാൻഡിൽ സ്റ്റേ ബാക്ക് ഉണ്ട്. സ്വീഡനിൽ 6 മാസം മുതൽ 18 മാസം വരെ. ഈ നമ്മളെടുക്കുന്ന പ്രോഗ്രാം ഡിപ്ലോമയോ അതുപോലുള്ളതായ ഷോർട്ട് ടൈം ആണ് പ്രോഗ്രാമെങ്കിൽ അവരുടെ സ്റ്റേ ബാക്ക് ഓപ്ഷൻ കുറയും, കാലാവധി കുറയും. എന്നാൽ ഒരു അണ്ടർ ഗ്രാജുവേഷനോ മാസ്റ്റേഴ്സിനോ ആണ് സ്വീഡനിൽ പോകുന്നതെങ്കിൽ അവർക്ക് 18 മാസത്തിൽ കുറയാത്തതായ സ്റ്റേ ബാക്ക് ലഭിക്കുന്നതാണ്. അവിടുത്തെ കോഴ്സുകൾ ഏതൊക്കെയാണ്? ഈ ഫിൻലാൻഡ്, സ്വീഡൻ ഈ 2 രാജ്യങ്ങളും അവരുടെ ഒരു കോഴ്സിൻ്റെ നിലവാരം നോക്കിയാൽ US പോലത്തെ കോഴ്സുകൾ അവർ വളരെയേറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം STEM പ്രോഗ്രാം,
സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, അതിൽ HR, അതിൽ IT, ഹെൽത്ത് കെയർ, ഈ 4 മേഖലകളിൽ, ഈ 5 മേഖലകളിൽ ഏതൊരു പ്രോഗ്രാം എടുത്താലും ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. സ്റ്റെമ്മിലെ ഏതെടുത്താലും ശരി, ഈവൻ MBA എടുക്കുകയാണെങ്കിലും ശരി, 30,000-ഓളം യൂറോ ആണ് ചിലപ്പോൾ നല്ല ഒരു MBA പ്രോഗ്രാമിന് വാർഷിക ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. എന്നിരുന്നാലും ഷുവറായിട്ടും അവർക്ക് സെറ്റിൽമെൻറ്റിനുള്ളതായ ഉയർന്ന ഒരു ജോലി ഫിൻലാൻഡിൽ ലഭിക്കുന്നതാണ്. സാറേ, അതേപോലെ ഈ കാനഡയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വീഡനിലും ഫിൻലാൻഡിലും എന്താണ് അവിടുത്തെ പഠനത്തിന് എന്താണ് മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത്? ലോക രാജ്യങ്ങളിൽ ഏറ്റവും നല്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതുപോലെ US, UK. എന്നാൽ ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് കിടപിടിക്കുന്ന രാജ്യമാണ് ഫിൻലൻഡ്. ഫിൻലൻഡും കാനഡയും തുല്യമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫിൻലൻഡിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അന്താരാഷ്ട്ര റാങ്കിങ് നിലവാരത്തിലുള്ളതാണ്. ഇനി ഫിൻലൻഡും സ്വീഡനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്പം റേറ്റിങ്ങിൽ ഫിൻലൻഡ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സ്വീഡൻ റാങ്കിങ്ങിൽ ഫിൻലൻഡിന് തൊട്ട് താഴെ തന്നെയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? IT മേഖല, അതുപോലെ STEM, ഞാൻ നേരത്തെ പറഞ്ഞ STEM, സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി മേഖല, അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുന്നവർക്ക് സ്വീഡൻ, അതുപോലെ ഫിൻലാൻഡ്, ഈ രാജ്യങ്ങളിൽ എഞ്ചിനീയറിംഗ് സെക്ടറിലെ ജോലി, അതിൽ തന്നെ മാനേജ്മെൻറ്റ് ജോലികൾ ഇല്ല. ഈ പഠിക്കുന്ന ഈ സ്വീഡനിലും ഫിൻലൻഡിലുള്ള പ്രത്യേകത, നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഏതാണോ അത് ഒരു സെലക്റ്റീവായ ഒരു കൺസൾട്ടൻ്റ് എടുത്ത ശേഷം നിങ്ങൾ ആലോചിച്ച ശേഷം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയിൽ അതിൽ തന്നെ ജോലി ലഭിക്കുകയും നിങ്ങൾക്ക് PR ഇടാനുള്ളതായ ബേസിക് ശമ്പളം അത് ലഭിക്കുകയും ചെയ്യുകയും സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങുകയും ചെയ്യാവുന്നതാണ്. അവിടേക്ക് പോകുന്നതിനുള്ള മെഡിക്കൽ ഫ്രീ ആണോ? ഫിൻലാൻഡ് സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തമായ ഒരു രാജ്യമാണ്. സ്വീഡൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ഫിൻലാൻഡിൽ 20 വയസ്സ് വരെയുള്ള റെസിഡൻ്റായിട്ടുള്ള കുട്ടികളെന്ന ഗണത്തിലാണ് അവർ പെടുത്തിയിരിക്കുന്നത്. അവർക്ക് മെഡിക്കൽ ഫ്രീ ആണ്. അത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു എക്സ്പാട്രിയേറ്റ് ആയിട്ടുള്ള ഫോറിനറുടെ കുട്ടിയാണെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ കിട്ടും. എന്നാൽ പഠിക്കാൻ പോകുന്നവർ നമ്മുടെ ഇൻഷുറൻസ് കാർഡുമായിട്ട് ഇവിടുന്ന് പോവുകയും തുടർന്ന് അവരുടെ പഠനകാലങ്ങളിൽ ആ ഇൻഷുറൻസ് കാർഡ് യൂസ് ചെയ്തിട്ട് വർക്ക് പെർമിറ്റിൽ പോകുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് അവർക്ക് ഫ്രീ മെഡിക്കൽ സർവീസ് കിട്ടുന്നതാണ്. സ്വീഡനിലും അങ്ങനെ തന്നെയാണ്. സ്വീഡനിൽ മിക്കവാറും എല്ലാവരും ഫാമിലി ആയിട്ടായിരിക്കും പോകുന്നത്. അവർക്ക് അങ്ങനെ തന്നെയാണ്. അവർ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി ഇന്ത്യയിൽ നിന്ന് വിസയ്ക്ക് വേണ്ടി വെക്കേണ്ടത് ആവശ്യമുണ്ട്. അതെടുക്കുന്നത് കൊണ്ട് അവർക്ക് ആ വിസ കാലാവധി തീരുമ്പോൾ, പഠന കാലാവധി തീരുന്നത് വരെ അത് ഉപയോഗിക്കാം. അതിനുശേഷം അവർ ജോബിലേക്ക് കയറുന്നു. ഈ കാലഘട്ടങ്ങളിൽ പാർട്ട്ണറായിട്ട് പോകുന്നവർക്ക് ജോലി ചെയ്യാം. അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് പരിധി അവർക്കും ലഭിക്കുന്നതാണ്. സാർ, അവിടുത്തെ PR ഓപ്ഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ 2 രാജ്യങ്ങളിലും, യൂറോപ്യൻ യൂണിയനിലുള്ള ഈ 2 രാജ്യങ്ങളിലും PR-ന് ഏതാണ്ട് ഒരേ നിയമങ്ങളാണുള്ളത്. അപ്പോൾ ഈ 48 മാസക്കാലം ഫിൻലൻഡിലോ സ്വീഡനിലോ സ്ഥിര താമസമായിട്ടോ റെസിഡൻറ്റ് വിസ ഉള്ള ഏത് വ്യക്തിക്കും പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് നീങ്ങാവുന്നതാണ്. ഈ റെസിഡൻറ്റ് വിസ എന്ന് പറയുമ്പോൾ വർക്ക് പെർമിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റെസിഡൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ജോലി ചെയ്ത ഒരു വിസ 48 മാസക്കാലം അവിടെ ഉണ്ടെങ്കിൽ നേരെ PR അപ്ലൈ ചെയ്യുകയും 2 മാസത്തിനുള്ളിൽ അവർക്ക് PR ലഭിക്കുകയും ചെയ്യും. അങ്ങനെ PR ലഭിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തിന് ശേഷം അവർക്ക് പൗരത്വത്തിലേക്ക് നീങ്ങാവുന്നതാണ്. ലോക്കൽ ലാംഗ്വേജ് ഈ 2 രാജ്യങ്ങളിലും അല്പം കൈവശമായിരിക്കുന്നത് PR-ന് ശേഷം അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ അത്യാവശ്യമാണ്. ഫാമിലിയെ കൊണ്ടുപോകാമോ? ഈ 2 രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. UK-യിൽ അറിയാമല്ലോ, മാസ്റ്റേഴ്സിന് പോകുന്നവർക്ക് നിയന്ത്രണമുണ്ട്. കാനഡയിൽ മാസ്റ്റേഴ്സിന് യൂണിവേഴ്സിറ്റിയിലല്ലാതെ ഏതൊരു പ്രോഗ്രാമിന് പോകുന്നവർക്കും ഫാമിലി സ്പൗസിൻ്റെ വിസ അപ്ലൈ ചെയ്താൽ ലഭിക്കുന്നതല്ല. PGക്ക് പോകുന്നവർക്ക് പറയും കിട്ടുമെന്ന്, പക്ഷേ അത് ലഭിക്കാറില്ല. എന്നാൽ ഫിൻലൻഡിലും സ്വീഡനിലും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ അവർക്ക് ഫാമിലി ഉണ്ടാകുന്നു. ഇതിൽ സ്വീഡൻ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കുറഞ്ഞ ചിലവിൽ, പ്രിൻസിപ്പൽ ആപ്ലിക്കൻറ്റിനോടൊപ്പം കുറഞ്ഞ ചിലവിൽ കംപ്ലീറ്റ് ഫാമിലി മെമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്പൗസ്, അതുപോലെ ചിൽഡ്രൻ, അവർക്ക് ഡയറക്റ്റ് ടു പേരൻ്റ് എന്ന് പറയുന്ന കാറ്റഗറി ആരെങ്കിലുണ്ട് അവർക്കും പ്രത്യേക കാരണവും ഫണ്ടും കാണിക്കാൻ അവർക്കും സ്വീഡൻ നേരിട്ട് ഒന്നിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിൻലൻഡിൽ സ്പൗസ്, കുട്ടികൾ അവർക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. എന്നാൽ സേഫർ സൈഡ് ഈ ഒരു ആദ്യത്തെ ടെമ്പററി റെസിഡൻസി കിട്ടിയ ശേഷം, അതായത് 3 മാസക്കാലം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ 1 മാസമെങ്കിലും മിനിമം കഴിഞ്ഞ് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും സ്പൗസിനും കുട്ടികൾക്കും അപ്ലൈ ചെയ്ത് ലഭിക്കുന്നതാണ്. സാർ, ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്? എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ ഓഫർ ലെറ്റർ, കാനഡയിലാണ് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്, മറ്റേത് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആവശ്യമുണ്ട്. അതുപോലെ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ, വിസ ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട്,
ഫിൻലൻഡിൽ സ്വീഡനിൽ വ്യത്യാസമായിട്ട് ഒരു ആവശ്യം കൂടെ ഉണ്ട്. അവിടെ അക്കോമഡേഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അവിടുത്തെ ഏതെങ്കിലും നമുക്ക് അക്കോമഡേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു അതുകൂടെ ലെറ്റർ കാണിക്കും. സ്വീഡനിൽ അത് ആവശ്യമില്ല. പിന്നീട് നമ്മുടെ ട്യൂഷൻ ഫീസ് ഏറ്റവും കുറഞ്ഞ 6000 യൂറോ വാർഷിക നമ്മളുടെ ഫീസ് അടച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ 6 മാസത്തെ 1 വർഷത്തെ ഫീസ് അടച്ചിട്ടുള്ളതിൻ്റെ ലെറ്റർ വേണം. അതുപോലെ നമ്മുടെ മെയിൻ്റനൻസ് ഫണ്ട് ഇന്ത്യയിൽ കാണിക്കുന്നതായിട്ടുള്ള മെയിൻ്റനൻസ് ഫണ്ട് 2 രീതിയിലാണ്. 586, അതായത് 1 വർഷത്തെ പ്രോഗ്രാമിന് മുകളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 586 യൂറോ യ്ക്ക് മുകളിൽ മാസം നമ്മൾ അതായത് നമ്മുടെ ഇന്ത്യൻ കണക്ക് പറഞ്ഞാൽ 64,000 ഗുണം 12, 64,000 ഇന്ത്യൻ രൂപ ഗുണം 12, അതായത് 7,20,000 രൂപ ഫണ്ട് ഇന്ത്യൻ അക്കൗണ്ടിൽ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വീഡന് കാണിക്കണം. അതുപോലെ ഫിൻലൻഡിനും ഏതാണ്ട് ഇതേ തുക തന്നെ മെയിൻ്റനൻസ് ഫണ്ടായിട്ട് കാണിക്കണം. ഫീസ് ഇനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 7,200 യൂറോ മുതൽ 25,000 യൂറോ വരെയാണ് ഏതൊരു കോഴ്സിന് പോയാലും വരാവുന്ന ഫീസ്. അതിൽ നമുക്ക് സപ്പോസ് 12,000 രൂപ അല്ലെ 12,000 രൂപയല്ല യൂറോ ആണ് നമ്മുടെ 1 വർഷത്തെ ഫീസെങ്കിൽ 6,000 യൂറോ നമ്മൾ പകുതി യൂറോ ഒരു സെമിസ്റ്ററിൻ്റെ യൂറോ നമ്മൾ ട്യൂഷൻ ഫീസായിട്ടും കാണിക്കും. അപ്പോൾ ഇത്തരം മുഴുവനായുള്ള ഈ ഡോക്യുമെൻ്റ്, പാസ്പോർട്ട് കോപ്പി ഇവയെല്ലാം വെച്ച് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലെറ്റർ ഇതെല്ലാം വെച്ച് നമുക്ക് വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റഡി ഗ്യാപ്പ് എത്ര വർഷം വരെ നമുക്ക് അവിടെ കിട്ടും? ഈ 2 രാജ്യങ്ങളിലും നിയമപരമായിട്ട് സ്റ്റഡി ഗ്യാപ്പോ ബാക്ക്ലോഗോ പറയുന്നില്ല. എന്നാൽ ഏജ് ഒരുപാട് കടന്നിട്ട് ഒരു 45 ഒന്നും കടന്ന് അപ്ലൈ ചെയ്യരുത്. ഒരു 10 വർഷം വരെയുള്ള സ്റ്റഡി ഗ്യാപ്പുകൾ ഈ 2 രാജ്യങ്ങളിലും യാതൊരു തടസ്സമില്ലാതെ വിസ അപ്ലൈ ചെയ്യാനും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടാനും ബുദ്ധിമുട്ടില്ല. അതുപോലെ ബാക്ക്ലോഗ് ആണെങ്കിലും സ്വീഡനിൽ 10 ബാക്ക്ലോഗ് അവർ ബുദ്ധിമുട്ടില്ലാതെ അവർ അപ്ലൈ ചെയ്യുന്നവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതാണ്. അതുപോലെ സ്പൗസിന് ജോബ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സ്പൗസിന് ജോലി ചെയ്യാം. സ്പൗസ് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വീഡൻ ആണെങ്കിലും ഫിൻലൻഡ് ആണെങ്കിലും യൂറോപ്യൻ യൂണിയനിലുള്ളവർക്ക് ഒരു വിസ സപ്പോർട്ട് ഇല്ലാതെ തന്നെ അവർക്ക് സ്പൗസിനെ കൊണ്ട്. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന എക്സ്പാട്രിയേറ്റ്സിന്, അതായത് ഫോറിനേഴ്സിന് പ്രത്യേകം വിസ അപ്ലൈ ചെയ്യണം. വിസയിൽ ഇവർ പോകുമ്പോൾ ഇവരെ ഡിപ്പെൻഡൻ്റായിട്ടാണ് പോകുന്നതെങ്കിൽ ഇവർക്ക് ഓപ്പണായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് വേണമെങ്കിൽ ഇവർക്ക് അതിന് ശേഷം വർക്ക് പെർമിറ്റിൽ നിന്ന് ഇവർക്ക് ഇവരുടെ സ്വന്തം പ്രൊഫഷനിൽ നിന്നുകൊണ്ട് PR ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. സാർ, ഏതൊക്കെയാണ് മേജർ ഇൻടേക്സ് വരുന്നത്? മേജർ ഇൻടേക്ക് യൂറോപ്പിൽ പലപ്പോഴും 4 ഇൻടേക്കുകൾ ലഭിക്കും. മെയിൻ ഇൻടേക്ക് അറിയാം എല്ലാവർക്കും അറിയാം, യൂറോപ്പിൽ നമ്മുടെ സെപ്റ്റംബറും ജനുവരിയുമാണ്. എന്നാൽ മെയ് ഇൻടേക്ക് വരുന്ന ചില അവസരങ്ങളുണ്ട്. നവംബർ ഇൻടേക്ക് വരുന്ന ചില കോഴ്സുകളുണ്ട്. മെയിനായിട്ട് എല്ലായിടത്തും സെപ്റ്റംബറും ജനുവരി ഇൻടേക്കുകളാണ് യൂറോപ്പിലെല്ലാ യൂണിവേഴ്സിറ്റികളിലും ഫോളോ ചെയ്യുന്നത്. ഇത്രയും നേരം നമുക്ക് സ്വീഡനെയും ഫിൻലാൻഡിനെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തന്ന മാത്യു സാറിന് നന്ദി. താങ്ക് യു. സോ നമുക്കിനി അടുത്ത സെഷനിൽ വീണ്ടും കാണാം.